ഹായ് ഓൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യുന്ന ഒരു കോൺടവർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ODX ഇൻഡിക്കേറ്റർ, അതായത് ഓപ്ഷൻ ഡൈനാമിക് ഇൻഡിക്കേറ്റർ. അത് ഉപയോഗിച്ച് നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോൺടവർ എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്താണ്, അതുപോലെ തന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യാനായിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട്സ്, അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്ട്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ ആ ഒരു നമ്മൾ ചാർട്ട്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ കൊടുക്കേണ്ട അഗ്രിഗേഷൻസ്, വാല്യൂസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഫുൾ ടൈം ട്രേഡർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് അനാലിസിസ് സിസ്റ്റമാണ് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ. ഓക്കെ, അപ്പം മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം, അതായത് എല്ലാ ദിവസവും നമ്മൾ സൂം പ്ലാറ്റ്ഫോമിലൂടെ ലൈവ് ട്രേഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അതിലൂടെ ആ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ട്രേഡ്സിന്റെ ലോജിക്ക് നിങ്ങൾക്ക് നേരിട്ട് നേരിട്ട് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. അപ്പം ഈ കോണ്ടവർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇതിന്റെ അഡീഷണൽ ഫീച്ചർ ആയിട്ടുള്ള ODX ഇൻഡിക്കേറ്റർ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് ODX എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്യാൻഡലിലെ ഒരു ക്യാൻഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബയേഴ്സ് ഉണ്ട്, അതായത് എത്ര കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്, എത്ര ഒരു സ്ട്രൈക്കില്, ഇപ്പൊ അറ്റ് ദ മണിയില്, അതുപോലെ ഇൻ ദ മണിയില്, ഔട്ട് ഓഫ് ദ മണിയില് എത്ര പേര് കോൾ ഓപ്ഷൻ, എത്ര സ്ട്രൈക്ക് ബൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ പുട്ട് ഓപ്ഷൻ എത്ര പേര് സെല് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ എത്ര പേര് സെല് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു കോണ്ടവറിന്റെ ആ ഒരു എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോണ്ടവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അപ്പം അതിന്റെ ഒരു ഡീറ്റെയിലേക്ക് പോവാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നേരെ ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ contavor.in എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, contavor.in. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഇതുപോലെ ഒരു അക്കൗണ്ട് ഡോട്ട് കോണ്ടവർ ഡോട്ട് ഈ ഒരു ലിങ്കില് നിങ്ങൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ Gmail ID, അതുപോലെ തന്നെ നമുക്കൊരു പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് സൈനപ്പ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നേരെ നമ്മൾ ഗൂഗിളിൽ വന്നിട്ട് contavor.in എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഈ കാണുന്ന ഒരു പോർഷൻ, ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് കിട്ടും. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പില്, ഞാൻ എന്റെ ഡെസ്ക്ടോപ്പിൽ ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്ന ഒരു ബ്ലൂ കളർ ഐക്കൺ. ഇങ്ങനെ ഒരു ഐക്കൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കോണ്ടവറിന്റെ ഐക്കണാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു കോണ്ടവർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിമാറ്റ്, അതായത് ഒരു നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ധന്യന്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട്. നമ്മൾ NSEയിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പ്ലാറ്റ്ഫോമുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പേഴ്സണലി കണക്ട് ചെയ്യുന്നത് എപ്പോഴും ധന്നാണ്. അപ്പം ധന്യന്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓൾറെഡി ഉള്ളവർക്ക് ഈ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അല്ലാത്തവർക്ക് ഒരു ധന്യന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കാണുന്ന ഒരു എന്റെ ലിങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധന്യന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പൊ അതിനുശേഷം ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതിൽ ശരിക്കും നമുക്ക് നിങ്ങൾ ഈ ഒരു കോണ്ടവർ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അവരുടെ ഒരു ആ, നമ്മുടെ ആ ഒരു ചാറ്റ് നമ്പർ, വാട്സപ്പ് നമ്പറുണ്ട്. അപ്പം ഹെൽപ്പ് ലൈനുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവര് ഫുൾ ടൈം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് അവേഴ്സിൽ അവർ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ആ ഒരു വാട്സപ്പ് നമ്പരും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആണ്. അതായത് നമ്മൾ നേരെ കോണ്ടവറിലേക്ക് വന്നു കഴിഞ്ഞാൽ കോണ്ടവർ.in എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്, ഞാൻ ആ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജിമെയിൽ കാര്യങ്ങളും അതുപോലെ തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഒരു ധൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അത് കണക്ട് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. അതായത് ഇതിപ്പോ നിങ്ങൾ ഈ കാണുന്നത് കോണ്ടവറിന്റെ ഒരു പേസ് ആണ്. അതായത് ഇപ്പൊ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സും അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ ചാർട്ട്സും ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതിന് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സിമ്പിൾ, ഒരു ആരോ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഇവിടെ ധന് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രോക്കറിന്റെ ഓപ്ഷൻ ചോദിക്കും. ഇവിടെ കുറെ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ പൈസ കണക്ട് ചെയ്യാൻ സാധിക്കും, അതുപോലെ ഏഞ്ചൽ വണ്ണ്, അങ്ങനെ കുറെ ഇതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ധന് യൂസ് ചെയ്യുന്നവർക്ക് ധന് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ വണ്ണാണ് അത് യൂസ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ചോയ്സ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കണക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ടോക്കണിന്റെ യൂസർ ഐ ഡി, അതുപോലെ തന്നെ പാസ്വേഡ്, പിന്നെ OTP നമ്മൾ കൊടുത്ത OTP ചോദിക്കും. ആ OTP കൊടുക്കുക. അപ്പം എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവൻ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് നമ്മൾ നേരെ കോണ്ടവർ.in നിന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു യൂസർ ഐ ഡി അല്ല, ആ ഒരു പാസ്വേഡ് നിങ്ങൾ, യൂസർ ഐ ഡി നമ്മുടെ ജിമെയിൽ ഐ ഡി തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു പാസ്വേഡ് നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. അപ്പം ഇതിൽ ഈ ഒരു കോണ്ടവർ.in എന്ന് കൊടുത്തിട്ട് നേരെ ഈ പ്രൈസസ് ആൻഡ് ലൈസൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കോണ്ടവർ അഡ്വാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം കമ്മോഡിറ്റി മാത്രം വേണ്ടവർക്ക്, ഇപ്പം എന്താണ് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു കമ്മോഡിറ്റിയുടെ പ്ലാൻ ഉണ്ട്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ക്രിപ്റ്റോയുടെ ഒരു ഡാറ്റ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഈ ഒരു പ്ലാൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലാൻ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഡെക്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷനിലും ഇൻട്രാഡേ ഇക്വിറ്റീസിലൊക്കെ ചെയ്യാനായിട്ട് സ്റ്റോക്കിന്റെയും ഇൻഡെക്സിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് F&Oയുടെ ഒരു ഡേറ്റ നമുക്ക് ഇതിൽ ഈ ഒരു പ്ലാൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ക്രിപ്റ്റോ ചെയ്യുന്നവർക്കും ഈ ഒരു ഡേറ്റ യൂസ്ഫുൾ ആണ്, അവൈലബിൾ ആണ്. ഓക്കെ. അപ്പം ഈ ഒരു പ്ലാൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ എമൗണ്ട് പറഞ്ഞത് 2500 ആണ്. അതേപോലെ തന്നെ വേറെ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ ഡൈനാമിക് ഇൻഡിക്കേറ്റർ ആണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പം നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ അറിയില്ലെങ്കിൽ പോലും ഇപ്പം പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് അവിടെ വോളിയം ഉണ്ടോ, അല്ലെങ്കിൽ എത്ര പേര് കോള് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് സെല് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ഒരു ടൂള്. അപ്പം ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് ഞാൻ ഞാൻ ഇതിൽ കൊടുക്കാം. അതായത് SD05 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 5% ഡിസ്കൗണ്ട്, 4 to 5 9 ആണ് നമ്മൾ ഒരു മന്ത്ലി നമ്മുടെ ഒരു പേയ്മെന്റ് വരും. ഓക്കെ. അപ്പം ഇതിൽ ODX നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് ആവശ്യമില്ല. ഇപ്പൊ കോണ്ടവർ ആ ഒരു ഇക്വിറ്റി ഇൻഡെക്സ് അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിന്റെ ആ ഒരു പ്ലാൻ മാത്രം ആവശ്യമുള്ളൂ. പക്ഷെ ഈ ഒരു കോണ്ടവർ അത്രയും പവർഫുൾ ആണ്. അപ്പൊ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു 7 ഡേയ്സിന്റെ ഒരു ഫ്രീ ട്രയലും ഉണ്ട്. അപ്പം അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവര് 3 ഡേയ്സ് 3 to 7 days ആണ് ആ ഒരു കോണ്ടവറിന്റെയും അതുപോലെ തന്നെ ODXന്റെയും ആ ഒരു ഫ്രീ ആയിട്ടുള്ള ട്രയൽ പീരീഡ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം,
അത് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ധനിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുക. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും മുകളിലായിട്ട് നമ്മൾ പോയി നോക്കിയിട്ട് ഈ ഒരു ധന് കണക്റ്റഡ് ആണോ എന്ന് കാണിക്കണം. ഇവിടെ നമുക്ക് ഇപ്പം വേറെ അക്കൗണ്ട് ഇവിടെ കാണിക്കും. ഇവിടെ ഇങ്ങനെ ധൻ ഇവിടെ ആ ഒരു അക്കൗണ്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഓക്കെ. അതിനുശേഷം ഇപ്പൊ നമ്മള് ഇതിലെ ഞാനിവിടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പേഴ്സണലി നിഫ്റ്റിയുടെ ഒരു സ്പോട്ട് ചാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓർഡർ ഫ്ലോ ചാർട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേ പ്രൊഫൈൽ, അതായത് നിഫ്റ്റിയുടെ ഒരു ഡേ പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീക്ക്ലി മന്ത്ലി ഞാൻ പേഴ്സണലി നോക്കാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. അപ്പം ഇത് ചെയ്യുമ്പം ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു ഹെൽപ്പ് ലൈനോടായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ട് എന്താണ് എനി ഡെസ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ ചാർട്ട്സിൽ ഈ പറയുന്ന ഓഡിയക്സും അതുപോലെ തന്നെ ഈ ഒരു ചാർട്ട്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഡയറക്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്താണ് ഈ ഒരു ചാർട്ട്സ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. അവർ തന്നെ ഡയറക്റ്റ് വന്ന് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അതായത് ഈ ഒരു ചാർട്ട്സ് ഇപ്പൊ നിഫ്റ്റിയുടെ ചാർട്ട്സ് ഞാൻ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഡേ പ്രൊഫൈല് അത് ഞാൻ സെറ്റ് ചെയ്തു. അപ്പൊ ഇതിൽ ഒരു അഗ്രിഗേഷന്റെ ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോ ഈ ഒരു പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഗ്രിഗേഷൻ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സിൽ കൊടുക്കാനുള്ള ഈ ഒരു വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. അതായത് ബിൽഡ് ഫ്രം 30, അതുപോലെ തന്നെ മിനിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ പ്രൊഫൈൽ അഗ്രിഗേഷൻ 1 കൊടുക്കുക. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഡേ കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഹിസ്റ്ററി റേഞ്ച് 6 മന്ത് കൊടുക്കുക. അതായത് 6 മാസത്തെ ഒരു ഹിസ്റ്ററിയാണ് അതിന് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കസ്റ്റം സ്റ്റെപ്പ് ടിക്സ് ഈ ഒരു സംഭവം 140 ആണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം നമ്മൾ നേരെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് നമ്മൾ അത് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓൾ സെറ്റിംഗ്സ് ഇപ്പോൾ നമ്മൾ പോയാൽ അതിൽ സേവ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു വാല്യൂസ് അവിടെ സേവ് ആയി. ഓക്കെ. അതിനുശേഷം ഇത് വേറൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നിഫ്റ്റിയിൽ കൊടുക്കേണ്ട ആ ഒരു വാല്യൂ നിങ്ങൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്കൊരു അഗ്രിഗേഷൻ വാല്യൂ വരുന്നത് 120 ആണ്. അപ്പം ബാക്കിയുള്ള ലെവൽസ് 30. ഇവിടെ മിനിറ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഫൈൽ അഗ്രിഗേഷൻ 1 ആണ്. ഇവിടെ ഡേ ആണ്. അതുപോലെ ഇവിടെ എന്താണ് 6 മന്ത്സ്. ഇവിടെ കസ്റ്റം സ്റ്റെപ്പ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 120 ആണ്. അതുപോലെ ആ ഒരു സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അത് നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഈ ഒരു ഏരിയയിൽ കോർണർ സൈഡിൽ സെറ്റിംഗ്സിന്റെ ഒരു കോളം ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റം സ്റ്റെപ്പ് ടിക്സ് ഉണ്ട്. ഇത് നിങ്ങൾ 30 ആക്കുക. ഓക്കെ. ഈ ഒരു വാല്യൂ മാത്രമാണ് ഇമ്പോർട്ടന്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ഒരു ചാർട്ട്സ് സെറ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു വാല്യൂ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 30 എന്ന് പറയുന്ന ആ ഒരു കസ്റ്റം സ്റ്റെപ്പ് ടിക്സ് ആണ്. ഓക്കെ. നേരെ നമ്മുടെ ആ ഒരു ഇതിന്റെ കോർണറിലായിട്ട് ഒരു സെറ്റിംഗ്സിന്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ജനറൽ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 30 കൊടുക്കാവുന്നതാണ്. ഓക്കെ. അത് നിഫ്റ്റിയുടെയാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 50 ആണ് കൊടുക്കുന്നത്. ഓക്കെ. ജനറലി നമ്മൾ പോയിട്ടാണ് 50 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കസ്റ്റം സ്റ്റെപ്പ് ഈ ഒരു ഏരിയ 50 ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിഫ്റ്റിയിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലുള്ള അഗ്രിഗേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു കോണ്ടവർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അവരുടെ ഒരു ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ODX ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യണം, അവരപ്പം തന്നെ നമ്മുടെ ഒരു എന്താണ് എനി ഡെസ്ക് എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അവർ നമ്മുടെ ഡെസ്ക്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ചാർട്ട് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഞാൻ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇതിലിപ്പം നിങ്ങൾക്ക് ഈ ഒരു കോണ്ടവർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്റെ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്ററിലേക്ക് പോവാണ്. അതായത് ODX എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു ODX ഇൻഡിക്കേറ്ററിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ ഓരോ ക്യാൻഡിലില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്, എത്ര പേര് പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്,
ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ക്യാൻഡിൽ, അതായത് 25,800 ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഏതാണ്? ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോൾ സൈഡിന്റെ ഡേറ്റാസ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫുഡ് സൈഡിന്റെ ഡേറ്റാസ് ആണ്. അതായത് ഇപ്പം ഈ കോൾ സൈഡിൽ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഷോർട്ട് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നമ്മൾ വേറൊരു ക്യാൻഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? കോൾ സൈഡിൽ ബൈ ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? അതായത് 25 ഈ ഒരു ക്യാൻഡലില്, അതായത് നിഫ്റ്റിയുടെ 10.55 ആ ഒരു ക്യാൻഡലില് ഈ ഒരു 25,700 അറ്റ് ദ മണിയില് 7 കോടി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫുഡ് സൈഡിന്റെ ഡേറ്റാസ് ആണ്. അപ്പം ഇവിടെ ഫുഡ് സൈഡിൽ റെഡ് വന്ന് എന്താ അർത്ഥം? റെഡ് വന്നു കഴിഞ്ഞാല് അത് ഫുഡ് സെല്ല് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ എന്താണ്? ഇപ്പം ഇവിടെ ഗ്രീൻ ആണ്. അപ്പൊ എന്താണ്? അത് ബൈ ആണ്. അതായത് ഇവിടെ എന്താണ്? 7 കോടി ആളുകൾ, അതായത് ഇന്ദമണിയിലെ 7 കോടി ആളുകൾ ഫുഡ് ബൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്താണ്? അതേ സമയത്ത് ഇവിടെ ഇന്ദമണിയിൽ 7 കോടി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് കോള് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിന്റെ വ്യൂ എന്താണ്? ബീറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ താഴേക്ക് ഒരു ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പം ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പം തൊട്ടടുത്ത ക്യാൻഡിലൊന്നും വലിയ വോളിയം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ എന്താണ്? ഈ ഒരു ക്യാൻഡിലില് 3 സ്ട്രൈക്കിൽ അത്യാവശ്യം നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഓഡിയക്സിന്റെ ഒരു അവരുടെ ഒരു റൂൾ എന്ന് പറയുന്നത് നമുക്കൊരു 10 കോടിക്ക് മുകളിലായിട്ട്, അതായത് 3 സ്ട്രൈക്കില്, ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, അതുപോലെ ഇൻ ദ മണി. ഒരു 3 സ്ട്രൈക്കില് അടുപ്പിച്ചായിട്ട് എന്ത് വേണം? 3 സ്ട്രൈക്കിൽ അടുപ്പിച്ചായിട്ട് 10 കോടിക്ക് മുകളിലായിട്ട് ഒരു വോളിയം വന്നു കഴിഞ്ഞാല് അവിടെ നമുക്കൊരു അടുത്ത ക്യാൻഡിലില് നമുക്ക് അവിടെ എൻട്രി എടുക്കാമെന്നാണ്. അത്രയും പവർഫുൾ ആണ്. നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ നമുക്ക് അത്രയും വലിയ വോളിയം ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയ സമയത്ത് ഇവിടെ ഒരു 7 കോടിയുടെ ഒരു ബൈ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് ഇവിടെയും ഒരു 8 കോടി ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ ഒരു 25,800 ഒരു 8 കോടിയുടെ ബൈ ഉണ്ട്. അപ്പൊ ഔട്ട് ഓഫ് ദ മണിയില് ഒരു 10 കോടി 12 കോടി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഇപ്പം 25,100 നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു 100 പോയിന്റ് അപ്പുറത്ത് ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈ വോളിയം വന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റ് ആ ഒരു 95%, 99% മാർക്കറ്റ് അവിടെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ആണ്. എപ്പോഴും ബിഗ് പ്ലേയേഴ്സ് ആണ് അവിടെ ആ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ അത്രയും ഹ്യൂജ് വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു നല്ലൊരു സൈൻ ആണ്. ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു 10 കോടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇപ്പൊ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പലപ്പോഴും മാർക്കറ്റിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യും. ഇപ്പം മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന പല ആളുകൾക്ക് അറിയാൻ സാധിക്കും. അതായത് ഇപ്പം OD ടൈപ്പ് ഓഫ് ഓപ്പണിംഗ്, അതുപോലെ തന്നെ ഒരു OTD ടൈപ്പ് ഓഫ് ഓപ്പണിംഗ്. അപ്പൊ അത് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ്. അപ്പം അങ്ങനത്തെ മാർക്കറ്റിൽ നമുക്ക് ODXൽ നമുക്ക് അറിയാൻ സാധിക്കും ഏത് ക്യാൻഡലിലാണ് നല്ല വോളിയം ഉള്ളത്. ഒരു 10 കോടിക്ക് മുകളിലൊക്കെ വോളിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഒരു ബൈ സൈഡിലേക്ക്, ഏത് സൈഡിലേക്കാണോ പോകുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത്, അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡലില് എന്താണ് 25,800 ആ ഒരു എന്താണ് 25,800 എന്താണ് കോള് 13 കോടി ആളുകൾ കോള് ഷോർട്ട് ചെയ്തു. അപ്പൊ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാർക്കറ്റിന്റെ വ്യൂ ബിയറിഷ് ആണ്. അതായത് ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റിൽ പോകാനായിട്ട് ബിഗ് പ്ലേയേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ 9 കോടി സെല്ലേഴ്സ് എഗെയിൻ അടുത്ത ഒരു സ്ട്രൈക്കിൽ വന്നിട്ടുണ്ട്. അടുത്ത് 6 കോടി, ഒരു 10 കോടിക്ക് മുകളിലാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. നമ്മുടെ ഈ ODXന്റെ നിങ്ങളുടെ സ്ട്രാറ്റജി നോക്കുന്ന സമയത്ത് ഈ ഒരു 10 കോടി, അതായത് രണ്ട് സൈഡിലും 10 കോടിക്ക് മുകളിലായിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ എനിക്കിത് കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിലെ അത്രയും വലിയ മൂല്യം ഒന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? അപ്പൊ ഇതേപോലെ 10 കോടിക്ക് മുകളിലായിട്ട് 3 സ്ട്രൈക്കിൽ വരണം. അതായത് കോൾ സൈഡിൽ 10 കോടി 3 സ്ട്രൈക്കിൽ അടുപ്പിച്ച് വരണം. അതേപോലെ തന്നെ ഫുഡ് സൈഡിൽ ഫുഡ് ബൈ. ഓക്കെ, ഫുഡ് ബൈ. ഇപ്പൊ മാർക്കറ്റ് മുകളിലോട്ടാണെങ്കിൽ ഇവിടെ കോൾ ബൈ വരും, അതുപോലെ തന്നെ ഫുഡ് സെല്ലിംഗ് വരും. രണ്ട് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് വരണം. കോൾ ബൈ ആണെങ്കിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഒരു അപ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ കോൾ ബൈയും അതുപോലെ എന്താണ് ഫുഡ് സെല്ലേഴ്സും നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവണം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നല്ലൊരു വോളിയം വരുന്ന സമയത്ത് മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ക്യാൻഡിലിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പലപ്പോഴും പോകാറില്ല. അപ്പം ഞാൻ പലപ്പോഴും ട്രേഡ് എടുക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ നല്ലൊരു മൂല്യം വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഇത് ഈ ഒരു ക്യാൻഡിലിനെ 50% മാർക്കറ്റ് അടുത്തൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ട്രേഡ് എടുക്കാറുണ്ട്. അപ്പം ഇതിന്റെ വേറൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റീട്രേസ്മെന്റ് ക്യാൻഡിൽ നമ്മളെല്ലാവരും മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ്. ഇപ്പം ഒരു ക്യാൻഡിൽ നമ്മൾ ഒരു എൻട്രി എടുത്തു, അപ്പം അടുത്തൊരു ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് മാറും അല്ലെ. പക്ഷെ ആ ഒരു ക്യാൻഡലില് വോളിയം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാൻഡലില് നല്ല ഹ്യൂജ് ആയിട്ടുള്ള സെല്ലിംഗ് ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, നെക്സ്റ്റ് ക്യാൻഡിലും പുട്ട് ഓപ്ഷൻ അവർ ബൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓള് സെല് ചെയ്തിട്ടുണ്ട് അല്ലെ. എഗെയിൻ നമുക്ക് അടുത്ത ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ 4 കോടി ആളുകൾ ഷോർട്ട് എഗെയിൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തന്നെ പുട്ട് ബൈയേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ക്യാൻഡിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്ത സമയത്ത് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഹ്യൂജ് എഗെയിൻ ഒരു വോളിയം വന്നിട്ടുണ്ട്. എന്താണ്, 13 കോടി ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ 32 കോടി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുട്ട് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്, റൈറ്റ് സൈഡിൽ ഗ്രീൻ വന്നെന്താണ് പുട്ട് സൈഡിന്റെ ഡേറ്റയാണ്, പുട്ട് ബൈ ചെയ്തത്. അതൊരു ഹ്യൂജ് വോളിയമാണ്. അതായത് 32 കോടി ആളുകൾ എന്താണ് 25,700 സ്ട്രൈക്കിൽ പുട്ട് ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, അപ്പം ഇങ്ങനെ നമുക്ക് ഒരു 10 കോടിക്ക് മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും അത് പവർഫുൾ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇതല്ലേ നെക്സ്റ്റ് ക്യാൻഡില് ഏകദേശം ഒരു 50 ക്യാൻഡില് 50% വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത്യാവശ്യം നമുക്ക് ഇവിടെ എത്ര നല്ല പോയിന്റ് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്യും, ഏകദേശം ഒരു 80 പോയിന്റ് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ക്യാൻഡിലും എഗെയിൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണ് 22 കോടി ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, 2 ക്യാൻഡിലില് 2 സ്ട്രൈക്കില് നല്ല മൂല്യം വന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് റിവേഴ്സ് ആയി എന്ന് നമുക്ക് ഒരു സൈൻ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് എന്താണ് അതേപോലെ 3 സ്ട്രൈക്കിൽ അടുപ്പിച്ച് അത്രയും വലിയൊരു വോളിയം വന്നാൽ മാത്രമാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അടുത്ത ദിവസങ്ങൾ നമ്മുടെ ഗ്രൂപ്പില് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സ് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ ഒരു ODXന്റെ ആ ഒരു ഇൻഡിക്കേറ്ററിൽ ആ വരുന്ന വോളിയം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. അപ്പം താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ ഈ ഒരു ODX ഇൻഡിക്കേറ്റർ നിഫ്റ്റിയിൽ മാത്രമാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെയും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസും അതുപോലെ തന്നെ ഇൻട്രാഡേ ഇക്വിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ കുറെ നാളുകളായിട്ട് ഇപ്പം നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ ODX ഇൻഡിക്കേറ്റർ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ODXന്റെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഈ ഒരു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ODX ഡെൽറ്റ ഡൈവർജൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ എന്താണ് നല്ലൊരു റിവേഴ്സൽ ഏരിയ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഓർഡർ ഫ്ലോ പഠിച്ചവർക്ക് അറിയാൻ സാധിക്കും. ഇവിടെ ഈ ഒരു 2 ക്യാൻഡലില് ഒരു DHL പാറ്റേൺ മാർക്കറ്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം DHL പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്താണ് മാർക്കറ്റ് അവിടെ സെല്ലേഴ്സ് അവിടെ എക്സോസ്റ്റഡ് ആയി, അവിടെ സെല്ലേഴ്സ് അവിടെ ട്രാപ്പായി ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പൊ ആ ഒരു പാറ്റേണിന്റെ കൂടെ ഇവിടെ ആരോ വന്നു. ഈ ആരോ എന്താ ഇൻഡിക്കേറ്റ് ചെയ്ത് ഡെൽറ്റ ഡൈവർജൻസ് ആണ്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ ടൈമിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ പഠിച്ചവർക്ക് അത് യൂസ്ഫുൾ ആയി മനസ്സിലായി കാണും. അപ്പൊ ആ ഒരു ഡെൽറ്റ ഡൈവർജൻസിന്റെ ആ ഒരു സൈനാണ് ഈ ഒരു ആരോ കാണിക്കുന്നത്. അപ്പം ആ ഒരു കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. ശരിക്കും ഇതൊരു 30 മിനിറ്റിന്റെ ഇംബാലൻസ് ആണ്. അപ്പൊ അവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഈ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്കൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 32 പോയിന്റ് നമ്മളൊരു ഫ്യൂച്ചർ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 80 പോയിന്റോളം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. അപ്പം ഈ ODXല് നമുക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് റിവേഴ്സൽ പാറ്റേൺ മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് ഇവിടുന്ന് തന്നെ നോക്കി നല്ല രീതിയിൽ മാർക്കറ്റ് റിജക്ഷൻ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് അവിടെ നിന്നാണ് പതുക്കെ മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഡെൽറ്റ ഡൈവർജൻസ് ആ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആയിട്ടുള്ള റിവേഴ്സൽ പാറ്റേൺസ് ഒക്കെ നമുക്ക് അതിൽ നിങ്ങൾ ഓർഡർ ഫ്ലോ കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അതായത് എവിടെയൊക്കെയാണ് ബൈ ഓർഡേഴ്സ് ഉള്ളത്, ലിമിറ്റ് ഓർഡേഴ്സ് എവിടെയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് സെൽ ഓർഡേഴ്സും, ഇതൊക്കെ നമുക്ക് ഈ ഓർഡർ ഫ്ലോ ചാർട്ട്സ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് അനാലിസിസ് സിസ്റ്റമാണ്. അതായത് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഒരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണോ. അതായത് മാർക്കറ്റിലെ രണ്ട് ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറും ഉണ്ട്, അതേപോലെ തന്നെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. അതായത് റീറ്റെയിലേഴ്സ് ടൈപ്പ് ഓഫ് ഓപ്പണിങ്ങിനെയാണ് നമ്മൾ റെസ്പോൺസീവ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്മാർട്ട് മണിയുടെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും മാർക്കറ്റിലെ ഒരു റീറ്റെയിലേഴ്സ് ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണോ, അതുപോലെ ഒരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ട്രെയിൻ എടുത്ത് നമുക്ക് ഒരു വലിയ ടാർഗറ്റിലൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ഓപ്ഷൻ ഇൻസൈഡ് റേഞ്ച് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു AMP പീരീഡിലെ ആദ്യത്തെ ഒരു 1 hour ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർക്കറ്റിലെ ഒരു ഓപ്ഷൻ ബയർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അല്ല. പക്ഷെ ഇവിടെ നമുക്ക് ഈ പീരീഡിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഫെയിലിയർ വന്നിട്ടുണ്ട്. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഫർദർ ആയിട്ട് മുകളിലോട്ട് പോവില്ല എന്ന്. രാവിലെ തന്നെ ഇവിടെ AMP പീരീഡിൽ ഒരു AB പുവർ ഹൈ വന്നപ്പോഴേ നമുക്കറിയാം മാർക്കറ്റ് ഫർദർ ആയിട്ട് മുകളിലോട്ട് പോവില്ല. അപ്പം ഈ ഓപ്പൺ ഓപ്ഷൻ ഇൻസൈഡ് വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു റിവേഴ്സൽ ട്രേഡ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഓർഡർ ഫ്ലോയിൽ നമുക്ക് ആ ഒരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ മാർക്കറ്റ് പ്രൊഫൈലിൽ ഈ ഒരു ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇവിടെ ഓപ്ഷൻ ഫെയിലിയർ ആയി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഫർദർ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല. ഇപ്പൊ നമ്മുടെ ഒരു സെറ്റപ്പ് ആണ്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡേ ലോ ആണ്. കറക്റ്റ് ആയിട്ട് തന്നെ നിഫ്റ്റി ആ ഒരു ഡേ ലോയിലേക്ക് വന്നത്. അപ്പൊ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് സിസ്റ്റമാണ്. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഫുൾ ടൈം ട്രേഡർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പെർഫെക്റ്റ് അനാലിസിസ് സിസ്റ്റമാണ് മാർക്കറ്റ് പ്രൊഫൈൽ. ഇന്ന് കാണുന്ന സ്മാർട്ട് മണി പല സെറ്റപ്പുകളും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ വേരിയേഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ആ ഒരു സെറ്റപ്പ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാർട്ട്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നേരിട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ കോണ്ടവറിന്റെ ആ ഒരു സപ്പോർട്ടിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പൊ ഞാനിതിൽ പേഴ്സണലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ട്സ്, അതുപോലെ തന്നെ ഡെയിലി ബേസിലുള്ള ഡേ പ്രൊഫൈൽ എന്ന് പറയും, അതുപോലെ തന്നെ വീക്ക്ലിയുടെ ഒരു ചാർട്ട്, അതുപോലെ മന്ത്ലി ചാർട്ട്. അപ്പം എല്ലാവരും ഇപ്പം വീക്ക്ലി ചാർട്ട് നോക്കാറില്ല. അപ്പം നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ വീക്ക്ലി ചാർട്ട്, മന്ത്ലി ചാർട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ വീക്ക്ലി ചാർട്ടിന്റെ അഗ്രിഗേഷനോട് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് വീക്ക്ലി ചാർട്ട്സിന്റെ നിഫ്റ്റിയുടെ അഗ്രിഗേഷൻ എന്ന് പറയുന്നത് 105 ആണ്. അതുപോലെ തന്നെ മന്ത്ലി ചാർട്ട് ഇത് ബിൽഡ് ഫ്രം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യും. ഇവിടെ 180 അവിടെ 180 പ്രൊഫൈൽ അഗ്രിഗേഷൻ 1 ആണ്. അതുപോലെ 3 months 105. ഓക്കെ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ അഗ്രിഗേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 180 മിനിറ്റ്, അതുപോലെ തന്നെ പ്രൊഫൈൽ അഗ്രിഗേഷൻ 1 വീക്ക് ആണ്. 3 months അതുപോലെ തന്നെ 120 ആണ്. അപ്പൊ നിങ്ങൾ ഓൾ സെറ്റിംഗ്സിൽ പോയിട്ട് അത് സേവ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലേണിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.